നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത തെലുങ്കിലും ഹിന്ദിയിലുമായി പുറത്തിറങ്ങിയ കൽക്കി എന്ന സിനിമയുടെ വിശേഷമാണ്. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ. പ്രഭാസാണ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയിരിക്കുന്നത്. പ്രഭാസിനോടൊപ്പം അമിതാഭ് ബച്ചൻ, കമലഹാസൻ, പാർത്ഥിബൻ, അന്നാബൻ, ദീപിക പദുക്കോൺ, ശോഭന, പിന്നെ ആരാണ് നമ്മുടെ ദുൽഖർ സൽമാൻ, വിജയ് ദേവർക്കൊണ്ട എന്ന് വേണ്ട ഒരു വലിയ താരനിര തന്നെയുണ്ട്. എല്ലാവരുടെയും പേര് ഓർത്തെടുത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പേഴ്സണലി ചോദിച്ചാൽ, നമ്മൾ ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ ബാഹുബലി ഇറങ്ങി. ബാഹുബലി നമ്മൾ പോയി കണ്ടു. ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിൽ വീണ്ടും ഹൈപ്പ് റിലീസിന് ശേഷവും കിട്ടിയ സിനിമ ആ ഒരു രീതിയിൽ നമ്മൾ പോയി കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങനെ ആ രീതിയിലുള്ളൊരു പടമല്ല. കാരണം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്തിൽ നിന്നും പിന്നെയും 3000-4000 വർഷം കഴിഞ്ഞ ശേഷം ഈ ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടൻറ്റ് നമ്മുടെ കൽക്കി മഹാവിഷ്ണുവിൻ്റെ 10ാം അവതാരം കൽക്കിയുടെ ജനനത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് പോകുന്നത്. എനിക്ക് പേഴ്സണലി എങ്ങനെ ഉണ്ടായിരുന്ന സിനിമ എന്ന് വെച്ചാൽ, സിനിമയുടെ പോസിറ്റീവ്സ് ആദ്യം പറയാം. കാരണം സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിഷ്വൽസ്. ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അമ്മാതിരി സെറ്റൊക്കെ ആയിട്ടാണ്, ഒരു രക്ഷയില്ല. സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടേക്കണത്. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കണം അവിടെ തോന്നി. എനിക്ക് ഫസ്റ്റൊക്കെ ഒരു സിംഹമൊക്കെ വന്ന് കുറച്ച് ആ സിംഹത്തിൻ്റെ ഇതൊക്കെ കാണിച്ചത് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് ഇവരുടെ കുറേ സംഭവങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇവർ സെറ്റ് ഇട്ടേക്കണമെന്നും എല്ലാം, പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ഭയങ്കര സൂപ്പറായിട്ട് തോന്നിയത്. കാരണം അത്ര എളുപ്പമല്ല. ഈ കാലത്തിനും 4000-6000 വർഷത്തിന് ശേഷമുള്ള ഒരു കാലം നമ്മൾ വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് പേഴ്സണലി എങ്ങനെ തോന്നി വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് മുന്നേ കുറച്ച് രസമായിട്ട് തോന്നും. അതുവരെ എന്നെ സംബന്ധിച്ച് കുറച്ച് സമയത്ത് ഉറക്കം വന്നു. കാരണം എനിക്ക് ആ ഒരു കണക്ഷനും കിട്ടിയില്ല. എന്നാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമൊന്നും അതിനകത്ത്. ബാഹുബലിയിലൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന, ഇങ്ങനെ വാവ് ആയിട്ടിരിക്കുന്ന അങ്ങനെ ഒരു സംഭവം എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായില്ല. അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നില്ല. ഈ സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസ് ഞാൻ എടുത്തു പറയാം. ഭയങ്കര സൂപ്പറായിരുന്നു വിഷ്വലി കാണാൻ. വിഷ്വലി ഒരു ട്രീറ്റ് തന്നെയാണ്. ഇനി ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് രസമായിട്ട് ഇൻ്റർവെല്ലിൽ കൊണ്ട് അവസാനിപ്പിക്കും. ഇൻ്റർവെല്ലിന് ശേഷം അങ്ങനെ തന്നെ പോകുന്നു. ഇപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ കുറച്ചുകൂടെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് സിനിമ നന്നായിട്ട് അപ്പായി വന്ന പോലെ തോന്നി. നല്ല രസമായിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ആ കണക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം തുടക്കത്തിൽ കിട്ടാത്ത കണക്ഷൻ, ആ കണക്ഷൻ അവസാനത്തെ 20 മിനിറ്റ്സിൽ കിട്ടി. അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവസാനത്തെ 20 മിനിറ്റ്സ് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ കഥയിലേക്ക് പയ്യെ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഇത് നമുക്കും കൂടെ ആ ഒരു പ്രേക്ഷകനെ ആ ഒരു കണക്ട് ചെയ്യാൻ ആ അവസാനത്തെ 20 മിനിറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, അതിന് വെയിറ്റ് ചെയ്യാൻ രീതിയിൽ തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് കണക്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെ 3 മണിക്കൂറുള്ള സിനിമയിൽ എന്നെ സംബന്ധിച്ച് ഒരു 2.5 മണിക്കൂറും ഇപ്പോൾ നമ്മൾ ഒരു ഓഡിയൻസുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. സ്റ്റണ്ണിങ് ആയി വിഷ്വൽസ് ഉണ്ട്, പക്ഷേ അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയണേ. പക്ഷേ അങ്ങനെ ഒരു വൗ എന്ന് തോന്നുന്ന ഒരു സംഭവമൊന്നും ഞാൻ കണ്ടില്ല. അവസാനത്തെ 20 മിനിറ്റ്സ് ഈ വൗ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ പല സ്ഥലത്തുണ്ടായി. അവസാനത്തെ 20 മിനിറ്റ്സ് സൂപ്പറായിരുന്നു. ഇനി പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെയെന്ന് വെച്ചാൽ അമിതാഭ് ബച്ചൻ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. പ്രഭാസാണ് സെൻട്രൽ ക്യാരക്ടർ. എന്നാൽ പോലും പ്രഭാസിനെ നിലംപരിശാക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അമിതാഭ് ബച്ചൻ്റെ. ഒരു രക്ഷയില്ല. ബിഗ് ബി ആയിട്ട് തന്നെ സൂപ്പറായിട്ട് ചെയ്തത്. അശ്വത്ഥാമ എന്ന് പറഞ്ഞ ആ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. ഇനി രണ്ടാമത് എനിക്ക് പറയാൻ തോന്നിയത് പ്രഭാസ്. ഓഫ് കോഴ്സ് പ്രഭാസിൻ്റെ ക്യാരക്ടറിൽ തിരക്കഥയിൽ കുറച്ച് കോമഡിയൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ആ കോമഡി ഒന്നും കുറച്ച് അനാവശ്യമായിട്ടാണ് തോന്നിയത്. കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും. പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ച് അത് കുറച്ച് അനാവശ്യമായ പോലെ പിന്നെ അത്ര ഒരു രസമായിട്ട് കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടി ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത്ര ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പിന്നെ അടുത്ത് പറയാൻ എനിക്ക് തോന്നിയത് ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല, കൊള്ളാം. കമലഹാസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, കമലഹാസന് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഒന്നുമില്ല, പക്ഷേ അദ്ദേഹമാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ. ആ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ വില്ലനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കമലഹാസന് സൂപ്പറായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും പറയാം.
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അന്നാബനെ തുടക്കത്തിൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു. അങ്ങനെ ചിരിക്കാൻ പാടില്ല, ആരെക്കുറിച്ച് അങ്ങനെ കളിയാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗുണ്ടബിനുവിൻ്റെ ആ ട്രോളൊക്കെ എൻ്റെ തലയിലേക്ക് വന്നത്. എന്നാൽ 15 മിനിറ്റോ ആണ് അന്നാബൻ സ്ക്രീനിലുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഞാൻ അതായത് ഞാൻ പറഞ്ഞു ഇത് അന്നാബൻ എന്താ ചെയ്യാൻ പോണേന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കണത്. അപ്പോൾ കാരണം ഈ ഒരു ട്രോളൊക്കെ കണ്ടുകൊണ്ട്. പക്ഷേ ആ 15 മിനിറ്റ് 20 മിനിറ്റിൽ അന്നാബൻ നമ്മളുടെ അഭിപ്രായം മാറ്റിക്കളഞ്ഞു. അത്ര കിടിലൻ റോളായിരുന്നു. സൂപ്പറായിട്ട് അന്നാബൻ ചെയ്യുകയും ചെയ്തു. എനിക്ക് പേഴ്സണലി ശരിക്കും ഇഷ്ടപ്പെട്ടു അന്നാബൻ്റെ കഥാപാത്രം. നമ്മളൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോൾ വാവ് ആക്കി മാറ്റുന്ന ആ ഒരു 15 മിനിറ്റത്തെ പെർഫോമൻസ് വളരെ ക്യൂട്ടായിട്ടും വളരെ സൂപ്പറായിട്ടും. 1-2 ഫൈറ്റൊക്കെ ചെയ്തത് ക്ലാസ്സായിരുന്നു. അത് ഡൂപ്പിനൊന്നും വെച്ച് ചെയ്തില്ലെങ്കിൽ കിടില്ല, ഒന്നും പറയാനില്ല. അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിരുന്നു. അന്നാബൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശോഭനയ്ക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമല്ല, പക്ഷേ ശോഭന ഒരു നട്ടലായ കഥാപാത്രമാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് ദുൽഖറിൻ്റെ ക്യാരക്ടർ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, അവർ ജസ്റ്റ് വന്നു പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ മഹാഭാരതത്തിൽ കുറേ സീൻസൊക്കെ ഉണ്ട്. അതിനകത്ത് ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ ഒരു സർപ്രൈസ് എലമെൻ്റ് ആണ് അതിൻ്റെ അകത്ത്. അത് സ്പോയിൽ ചെയ്യണത് ശരിയല്ല. എനിക്ക് പേഴ്സണലി സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനം ഒരു 20 മിനിറ്റ്സൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും പടം മോശമെന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിലൊന്നും ബോറടിപ്പിച്ചു എന്നല്ല പറയണേ, പക്ഷെ പടം കൊണ്ടുപോകുന്നുണ്ട്, പടം രീതി കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര ഒരു പേഴ്സണൽ കണക്ട് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാനത്തെ ഒരു 20 മിനിറ്റ്സിൽ ആ പേഴ്സണൽ കണക്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം. ഈ TV കണ്ടാൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഗ്രാഫിക്സ് ഒന്നും അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നെ അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് എടുത്തോണ്ട് അവസാനത്തെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അവസാനത്തെ ഒരു 20 മിനിറ്റ്സിലെ ഫൈറ്റ്സൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട്, എസ്പെഷ്യലി നമ്മുടെ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന കുറേ എലമെൻറ്റ്സ് കാണാൻ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അത് കാണാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ കുറേ സാധനങ്ങൾ, ആനിമേഷൻസും ഇതെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത പോലെ തോന്നി അതിനകത്ത്. സെക്കൻഡ് ഹാഫാണ് എന്നെ സംബന്ധിച്ച് സിനിമയുടെ നട്ടിൽ. പേഴ്സണലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് കൽക്കി. അപ്പോൾ കാണും. ഇനി നമുക്ക് 2ാം പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.